അൻവറിന്റെ വെളിപ്പെടുത്തലുകളോടെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ദുബായിൽ നിന്നും തിരുവനന്തപുരത്തെ UAE കോൺസുലേറ്റിലേക്ക് ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴി സ്വർണം കടത്തിയ കേസിലെ പ്രതി സ്വപ്ന സുരേഷിന് ബംഗളൂരുവിലേക്ക് രക്ഷപ്പെടാൻ വഴിയൊരുക്കിയത് ADGP അജിത് കുമാർ ആണെന്ന് സ്വപ്ന പറയുന്നു. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളായ സ്വപ്ന സുരേഷും സരിത്തുമാണ് ADGP അജിത് കുമാറിന്റെ പങ്ക് സ്ഥിരീകരിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. എല്ലാം നിയന്ത്രിച്ചിരുന്നത് അജിത് കുമാർ ആയിരുന്നുവെന്നാണ് സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തുന്നത്. ശിവശങ്കറിന് എല്ലാം അറിയാമായിരുന്നു. ADGP അജിത് കുമാറാണ് എല്ലാം പറഞ്ഞു കൊടുത്തിരുന്നത്. അജിത് കുമാറിനെ വ്യക്തിപരമായി അറിയില്ല. പക്ഷേ ബംഗളൂരുവിലേക്ക് കടക്കുന്നതിനിടെ പോലീസ് ചെക്കിംഗ് ഇല്ലാതിരിക്കാൻ സഹായിച്ച ആൾ അജിത് കുമാർ ആകാനാണ് സാധ്യത. തന്നെ മനഃപൂർവ്വം കേരളത്തിൽ നിന്നും മാറ്റിയതാണെന്നും സ്വപ്ന സുരേഷ് പറയുന്നു. കേരളം വിടാൻ നിർബന്ധിച്ചത് ശിവശങ്കറാണ്. കേരളം വിട്ടതിനു ശേഷം എല്ലാം നോക്കിയത് സന്ദീപ് നായരാണ്. ബംഗളൂരുവിലേക്ക് കടക്കുന്നതിനിടെ വണ്ടി നിർത്തി പുറത്തിറങ്ങിയാണ് സന്ദീപ് സംസാരിച്ചിരുന്നത്. അത് ശിവശങ്കറോടായിരുന്നു. വഴി കാട്ടുന്നതിന് ശിവശങ്കറെ നിയന്ത്രിച്ചിരുന്നത് ADGP അജിത് കുമാറാണ്. ബംഗളൂരുവിൽ നിന്ന് തന്നെ ഒറ്റയ്ക്ക് നാഗാലാൻഡിലേക്ക് കൊണ്ടുപോകാനും അവിടെ വെച്ച് ഇല്ലാതാക്കാനുമായിരുന്നു പദ്ധതി എന്നും സ്വപ്ന പറയുന്നു. എന്ത് പ്രശ്നങ്ങൾ നേരിട്ടാലും MR അജിത് കുമാർ സംരക്ഷിക്കുമെന്ന് ശിവശങ്കർ പറഞ്ഞിരുന്നുവെന്ന് സ്വർണ്ണക്കടത്ത് കേസിലെ മറ്റൊരു പ്രതിയും UAE കോൺസുലേറ്റ് മുൻ PROയുമായ സരിത് കുമാറും വെളിപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറിന്റെ നിർദ്ദേശപ്രകാരം ആദ്യം വർക്കലയിലെ ഒരു റിസോർട്ടിലേക്ക് പോയി. തുടർന്ന് ശിവശങ്കർ നിർദ്ദേശമനുസരിച്ച് ബംഗളൂരുവിലേക്ക് പോയി. ബംഗളൂരുവിലേക്കുള്ള കൃത്യമായ റൂട്ട് പറഞ്ഞുകൊടുത്തത് MR അജിത് കുമാറാണെന്ന് സരിത് പറയുന്നു. മുഖ്യമന്ത്രിക്കെതിരെ മിണ്ടരുതെന്ന് ADGP അജിത് കുമാർ പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിക്കെതിരെ മിണ്ടരുതെന്ന് ADGP അജിത് കുമാർ ഷാജ് കിരൺ വഴി സ്വപ്ന സുരേഷിനോട് പറഞ്ഞെന്ന് HRDS ജനറൽ സെക്രട്ടറി അജയ് കൃഷ്ണൻ സ്ഥിരീകരിക്കുന്നു. ഒളിവിൽ കഴിയുന്നതിനിടെ സ്വപ്ന സുരേഷിനെയും സന്ദീപ് നായരെയും NIA ആണ് ബാംഗ്ലൂരിൽ നിന്നും പിടികൂടിയത്.